യെസ്, തിരിച്ചെത്തുമ്പോൾ ഒരു അപകട വാർത്തയിലേക്കാണ്. കോഴിക്കോട് ഇരിങ്ങാടൻ പള്ളി ജംഗ്ഷനിലാണ് ലോറി കാറുമായി കൂട്ടിയിടിച്ച് മറിഞ്ഞത്. ലോറി ഡ്രൈവർ മരിച്ചു എന്ന ദുഃഖകരമായ വിവരങ്ങൾ കൂടി വരികയാണ്. വയനാട് സ്വദേശി കൃഷ്ണനാണ് മരിച്ചത്. ലോറിക്കിടയിൽ കുടുങ്ങിയ കൃഷ്ണനെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. മൈസൂരുവിൽ നിന്ന് കോഴിക്കോട് ബിവറേജിലേക്ക് മദ്യവുമായി വന്ന ലോറിയാണ് മറിഞ്ഞത്. ദൃശ്യ പുതിയടത്തുണ്ട് വിവരങ്ങൾ നൽകാനായി. ദൃശ്യ, ഇന്നിപ്പോൾ പുലർച്ചെയുണ്ടായ അപകടമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരാൾ മരിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? എന്തൊക്കെ സംഭവിച്ചു അവിടെ? ജിൽസി, സേഫു, ഇത് രാവിലെ പുലർച്ചെ 4 മണിയോടെയാണ് അപകടമുണ്ടാകുന്നത്. ഈ അപകടമുണ്ടായ ലോറിയാണ് നമ്മുടെ പുറകിൽ കാണുന്നത്. ഇത് രാവിലെ വരുന്ന വഴിയിൽ ഒരു കാറിനിടിക്കുകയും പിന്നീട് നിയന്ത്രണം വിട്ട് കാറിനിടിക്കുകയും പിന്നീട് കൈവരിയിലേക്ക് ഇടിച്ച് മറിയുകയുമായിരുന്നു. ഇതിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ വയനാട് സ്വദേശി കൃഷ്ണൻ ആ സമയത്ത് ഫയർഫോഴ്സ് എത്തിയാണ് ഇയാളെ പുറത്തെടുത്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ഇയാൾ മരിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ മൈസൂരിൽ നിന്ന് കോഴിക്കോട് ബിവറേജിലേക്ക് മദ്യം കൊണ്ടുവരുന്ന വാഹനമാണിത്. ഇതിൽ വയനാട് സ്വദേശിയായ കൃഷ്ണൻ എന്ന ആളായിരുന്നു ഡ്രൈവറായി ഉണ്ടായിരുന്നത്. ഇത് പുലർച്ചെ 4 മണിയോടെ നിയന്ത്രണം വിട്ട് നമുക്ക് പുറകിൽ ആ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലുണ്ടായിരുന്ന മദ്യക്കുപ്പികളാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഈ മദ്യം കൊണ്ടുവരുന്ന കോഴിക്കോട് ബിവറേജിലേക്ക് മദ്യം കൊണ്ടുവരികയായിരുന്നു. മൈസൂരിൽ നിന്നാണ് മദ്യം കൊണ്ടുവരുന്നത്. നമുക്ക് കാണാൻ സാധിക്കും നിരവധി മദ്യക്കുപ്പികളുമായി വന്ന വാഹനമാണ് നിയന്ത്രണം വിട്ട് കാറിലിടിക്കുകയും പിന്നീട് ഈ കൈവരിയിലേക്ക് ഇടിച്ച് മറിയുകയും ചെയ്തത്. ഈ ഡ്രൈവർ വയനാട് സ്വദേശിയായ കൃഷ്ണൻ വാഹനത്തിനുള്ളിൽ കുടുങ്ങിപ്പോയിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് വെള്ളിമാട് കുന്നിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം എത്തി ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ചാണ് ഇയാളെ പുറത്തെടുക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ഇയാൾ അവിടെ വെച്ച് മരിക്കുകയാണ് ഉണ്ടായത്. എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? ഉറങ്ങിപ്പോയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല. അതിനെക്കുറിച്ചുള്ള പരിശോധനകളൊക്കെ നടക്കേണ്ടിയിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ റോഡിൽ മുഴുവൻ ചില്ലുകളൊക്കെ ഉണ്ടായിരുന്നു. സേനാംഗങ്ങൾ തന്നെയാണ് ഇതൊക്കെ വൃത്തിയാക്കിയത്. ഇതിൽ നിന്ന് മദ്യക്കുപ്പികളിൽ നിന്നുള്ള പൊട്ടാത്തവ മാറ്റി പിന്നീട് റോഡ് ക്ലീൻ ചെയ്യുന്ന പ്രവൃത്തികളിലേക്ക് കടക്കും. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നതാണ്. രാവിലെ ഇടിച്ച് മറിഞ്ഞ ലോറിയാണിത്. ഇതിൻ്റെ മുൻഭാഗം പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. ഈ ചില്ലുകളൊക്കെ പൊട്ടി ഇതിനുള്ളിലായിരുന്നു ഡ്രൈവർ കുടുങ്ങിയിരുന്നത്. ഇതിൽ ഇടിച്ച വാഹനം തൊട്ടുപുറകെ ലോറിയുടെ തൊട്ടുപുറകെ തന്നെ നിർത്തിയിട്ടിട്ടുമുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും. ഈ കാറിലാണ് രാവിലെ പുലർച്ചെ 4 മണിയോടെ ഇടിക്കുന്നതും. നിയന്ത്രണം വിട്ട് ലോറി എതിർവശത്ത് വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. പിന്നീട് കാറിൻ്റെ മുൻഭാഗവും ഏകദേശം തകർന്ന നിലയിലാണ്. ഇതിൽ ആർക്കും വലിയ രീതിയിലുള്ള ഗുരുതരമായ പരിക്കുകളില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും കാറിൻ്റെ മുൻഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന ഒരു അവസ്ഥയിലാണ്. ചില്ലൊക്കെ പൊട്ടിയ ഒരു അവസ്ഥയിലാണുള്ളത്. എന്തായാലും ഈ കാറിലുള്ളവർക്ക് ഗുരുതരമായ പരിക്കുകളില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോറി ഡ്രൈവറായിരുന്ന വയനാട് സ്വദേശി കൃഷ്ണനാണ് മരിച്ചത്. കൃഷ്ണനെ പുറത്തെടുക്കാൻ വൈകിയതാണോ മരണത്തിന് കാരണമായത്? ദൃശ്യ, പുലർച്ചെ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ പോയ വാഹനങ്ങളിൽ ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് തന്നെ ആയിരിക്കണം ഈ സംഘം ഫയർഫോഴ്സ് സംഘം വെള്ളിമാട് കുന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയത്. ഈ ഇടിയുടെ ആഘാതം നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കൃഷ്ണൻ അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. എന്താണ് മരണകാരണമെന്ന് കൃത്യമായി നമുക്ക് വ്യക്തതയില്ല. ഇത് ഫയർഫോഴ്സ് സംഘം എത്താൻ വൈകിയിട്ടില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. വെള്ളിമാട് കുന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് എത്തിയത്. ഇതിനെക്കുറിച്ച് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് കൃത്യതയില്ല. കാരണം പുലർച്ചെയുള്ള സമയമാണ്, ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി അത് തന്നെയാണോ നിയന്ത്രണം വിട്ട് ഇടിക്കാനുള്ളൊരു കാരണം എന്നതിനെ കുറിച്ച് ഇതുവരെ വ്യക്തതയില്ലെന്നാണ് നമുക്ക് പോലീസിനോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. സേഫു, ശരി. അപ്പൊ എന്തായാലും സംഭവിച്ചതിലും ഒരു വലിയ ആഘാതമുള്ള ഒരു ഇടിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. കണ്ടില്ലേ, കാറൊക്കെ ഏതാണ്ടൊക്കെ തകർന്നു. കൃഷ്ണനെ പുറത്തെടുക്കാൻ വൈകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒന്നാമത്തെ കാര്യം, അവിടെ ആളുകൾ അങ്ങനെ ഇറങ്ങാത്തൊരു വഴിയാണ്, കുറച്ച് വിജനമായ വഴിയാണ്. മാത്രമല്ല പുലർച്ചെ 4 മണിയാണ്. ഈ അപകടം നടന്നു കഴിഞ്ഞ് കണ്ട ഏതെങ്കിലും വഴിയാത്രക്കാർ ഈ പോലീസിനെ വിവരം അറിയിച്ച് അവരെത്തി യാത്രയൊക്കെ ഈ പുലർച്ചയ്ക്ക് എത്തുമ്പോഴേ നമ്മൾ ഏറ്റവും ഉറക്കത്തിന്റെ പീക്ക് ടൈമാണ് ഈ 4 മണി എന്നൊക്കെ പറയുമ്പോൾ. സ്വാഭാവികമായിട്ടും മനുഷ്യരാണ്, ഉറക്കം വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഒട്ടുമിക്ക വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഈ സമയത്ത് കൂടിയാണ്. മാത്രമല്ല ഇതിപ്പോ എങ്ങനെ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഒന്നുകിൽ ആ കാർ യാത്രക്കാരൻ ഉറങ്ങിപ്പോയതായിരിക്കണം, അല്ലെങ്കിൽ ഈ മരിച്ച കൃഷ്ണൻ ഉറങ്ങിപ്പോയതായിരിക്കണം. എന്തായാലും അങ്ങനെ രാവിലെയൊക്കെ പരമാവധി കരുതലെടുത്ത് കുറച്ചു നേരം ഉറങ്ങിയൊക്കെ യാത്ര ചെയ്യണം നല്ലത്.